അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പുണ്യമാക്കപ്പെട്ട ശഅബാനിലെ പ്രത്യേകമായ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീതമായ ഒരു രാവാണ് ബറാഅത്ത് രാവ്. ഈ രാവിൽ നാം എല്ലാവരും 3 യാസീൻ വീതം ഓതുന്നവരാണ്. ഇത് ഓതാൻ പറ്റാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. സ്ത്രീകൾക്ക് അശുദ്ധി കാരണം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്തവർ വളരെ വിഷമത്തിലായിരിക്കുന്നവരുണ്ട്. അതുപോലെ നോമ്പെടുക്കാൻ കഴിയാത്തവരും അസുഖബാധിതമായി നിൽക്കുന്നവരൊക്കെ വളരെ വിഷമത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും നിൽക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടില്ലേ എന്ന വിഷമത്തോടു കൂടി എത്രയോ സഹോദരിമാർ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് വിശദമായി ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അശുദ്ധിയുള്ള സ്ത്രീകൾ പ്രത്യേകമായി നാം 3 നിയ്യത്ത് വെച്ചുകൊണ്ടാണല്ലോ യാസീൻ ഓതുന്നത്. അതുപോലെ ഓരോ നിയ്യത്തുകളും വെക്കുക. ആദ്യത്തെ നിയ്യത്ത് യാസീൻ ഓതുമ്പോൾ നാം എന്താണോ വെക്കുന്നത് അതുപോലെ തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലുക. അതുപോലെ രണ്ടാമത്തെ യാസീൻ റിസ്ഖ് വിശാലമാവാൻ വേണ്ടി, അതായത് ഭക്ഷണപാനീയങ്ങളും അതിൽ ബർക്കത്തും വിശാലതയും ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ യാസീൻ ഓതുന്നതിന് പകരം 100 സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ ചൊല്ലിയതിന് ശേഷം മൂന്നാമത്തെ യാസീൻ ഈമാൻ സലാമത്തായി മരണപ്പെടാൻ നാം ഓതുന്ന ആ യാസീൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് 100 സ്വലാത്ത് വീണ്ടും ചൊല്ലുക. അങ്ങനെ 300 സ്വലാത്ത് ഈ യാസീന് പകരമായി ചെയ്താൽ എല്ലാ പുണ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും കിട്ടുന്നതാണ്. ആയതുകൊണ്ട് അതിന് വിഷമിക്കേണ്ടതായ ഒരു കാര്യവുമില്ല. ഈ സ്വലാത്തുകൾ അധികരിപ്പിച്ച് അന്നേ ദിവസം നമുക്ക് പറ്റാവുന്ന അത്രയും ദിക്റുകൾ, അറിയാവുന്ന ദിക്റുകളും ദുആകളും നാം ചൊല്ലിയാൽ മതി. അതുപോലെ ചെറിയൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ഈ ചെറിയൊരു ദിക്ർ. അതും 100 പ്രാവശ്യം. അതുപോലെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ ദിക്റുകൾ നാം അധികരിപ്പിച്ച് ചൊല്ലുക. എല്ലാ പുണ്യങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തുകളും എല്ലാ ബർക്കത്തുകളും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു തആല നിറവേറ്റി തരുന്നതാണ്. ഒരു വർഷത്തെ പാപങ്ങൾ മായ്ക്കപ്പെടാനും പൊറുക്കപ്പെടാനും നമുക്ക് ഇത് തന്നെ മതിയാകും. അതുകൊണ്ട് സ്ത്രീകളാരും, അശുദ്ധിയുള്ള സ്ത്രീകൾ വിഷമിക്കേണ്ടതില്ല.